കെഎസ്ആർടിസി ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യം യാത്ര എങ്ങനെ നടപ്പാക്കുമെന്നതിൽ സർക്കാരിന്റെ അന്തിമ തീരുമാനം ഇന്ന്. വിഷയം മന്ത്രിസഭായോഗം ചർച്ച ചെയ്യും. ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര നടപ്പാക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനം. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നുണ്ട്. ആന്റണി, എന്തായാലും സ്ത്രീകളുടെ ബസ് യാത്ര, സൗജന്യ ബസ് യാത്രയെ പറ്റിയുള്ള തീരുമാനമൊക്കെ ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ്. എന്തൊക്കെ വിഷയങ്ങളാണ് ഇന്നത്തെ ദിവസം പരിഗണിക്കുക? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകളുടെ ഈ കെഎസ്ആർടിസി ബസ്സുകളിലെ സൗജന്യ യാത്ര തന്നെയാണ്. ഇതിൽ മന്ത്രിസഭാ യോഗത്തിന്റെ അന്തിമ തീരുമാനമുണ്ടാകും. ഇന്ന് തന്നെ ഇക്കാര്യത്തിൽ ഒരു പ്രഖ്യാപനവും മുഖ്യമന്ത്രി നടത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മന്ത്രിസഭാ യോഗത്തിന്റെ സാധാരണ നിലയിൽ കാണുന്നത് പോലെ മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ ഈ കെഎസ്ആർടിസിയിലെ സൗജന്യ യാത്ര എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഉള്ള പ്രഖ്യാപനം നടത്തും. ഏതായാലും നിലവിലുള്ള ആലോചന എന്ന് പറയുന്നത് 100 ദിവസം, ആദ്യത്തെ 100 ദിവസം പരീക്ഷണാടിസ്ഥാനത്തിൽ ഓർഡിനറി ബസ്സുകളിൽ ഈ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കാം എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഈ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു ഉന്നതതല യോഗം ചേർന്നിരുന്നു. ഗതാഗത മന്ത്രി അടക്കമുള്ളവർ ആ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ആ യോഗത്തിലാണ് ഇത്തരം ഒരു ധാരണയിലേക്ക് എത്തിയത്. ഈ 100 ദിവസം ഈ ഓർഡിനറി ബസ്സുകളിൽ, അതിനുശേഷം മറ്റു ബസ്സുകളിലേക്ക് കൂടി മാറ്റാം എന്നുള്ളത്. അതായത് ഈ എല്ലാ ബസ്സുകളിൽ കൂടി യാത്ര നടപ്പാക്കുമ്പോൾ വലിയ നഷ്ടം, 112 കോടി രൂപയുടെ നഷ്ടമാണ് കെഎസ്ആർടിസിക്ക് ഉണ്ടാവുക. അതേസമയം അത് ഈ ഓർഡിനറി ബസ്സുകളിലാകുമ്പോൾ 50 കോടി രൂപയോളമാണ് ആ നഷ്ടം ഉണ്ടാവുക എന്നുള്ളതാണ്. അത്തരത്തിൽ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടൊരു തീരുമാനമെടുക്കാനാണ് ഇപ്പോൾ സർക്കാർ ഒരുങ്ങുന്നത്. അതായത് എങ്ങനെ നടപ്പാക്കണം എന്നുള്ള കാര്യത്തിൽ മന്ത്രിസഭാ യോഗം ഇന്ന് കൃത്യമായി ചർച്ച നടത്തും. അതിൻ്റെ മാനദണ്ഡങ്ങളിൽ ചർച്ചയുണ്ടാകും. ഈ ചെലവ് സംബന്ധിച്ചുള്ള ചർച്ചകളും ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി മറിച്ചൊരു തീരുമാനം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലും ആകാംക്ഷയുണ്ട്. കഴിഞ്ഞ ദിവസം ഈ വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ, അതായത് ഈ 100 ദിവസം ഈ ഓർഡിനറി ബസ്സുകളിൽ മാത്രം സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പാക്കാം എന്നുള്ള ആ പ്രഖ്യാപനം, അതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു. കാരണം പ്രകടന പത്രികയിൽ പറഞ്ഞത് കെഎസ്ആർടിസി ബസ്സുകളിൽ പൂർണ്ണമായും സൗജന്യ യാത്ര നൽകും എന്നുള്ളതാണ്. അത് സംബന്ധിച്ച് എന്നിട്ടിപ്പോൾ ഓർഡിനറി ബസ്സുകളിൽ 100 ദിവസം നൽകുന്നു എന്നുള്ള ആരോപണം പ്രതിപക്ഷം അടക്കം ഉന്നയിച്ചിരുന്നു. ഏതായാലും അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ തീരുമാനത്തിൽ ഏതെങ്കിലും മാറ്റം വരുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ട ഒന്ന് തന്നെയാണ്. ഇന്നലെ മന്ത്രി CP ജോൺ, ഗതാഗത മന്ത്രി, പറഞ്ഞത് ഈ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. അതായത് ഏതൊക്കെ ബസ്സുകളിൽ നടപ്പാക്കണമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഈ ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് യാത്ര എന്നുള്ള ആ ഒരു വാർത്ത മന്ത്രി ഇന്നലെ നിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ സർക്കാരിൻ്റെ മുന്നിലുള്ള ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്നത് പോലെ ഓർഡിനറി ബസ്സുകളിൽ ആദ്യഘട്ടത്തിൽ നടപ്പാക്കുക. 100 ദിവസം ഇത് നടപ്പാക്കി ഇതിൽ നിന്ന് ഇതിൻ്റെ ചെലവ്, അതുപോലെ തന്നെ കയറുന്ന ആളുകളുടെ എണ്ണമൊക്കെ പഠിച്ച ശേഷം, ഇതിൻ്റെ നഷ്ടമൊക്കെ പഠിച്ച ശേഷം എല്ലാ ബസ്സുകളിലേക്കും വ്യാപിപ്പിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാരിൻ്റെ പരിഗണനയിലുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. ഏതായാലും ആ ഘട്ടത്തിൽ കൂടി ഇന്നലെ ചില ആലോചനകൾ കൂടി വന്നിരുന്നു. അതായത് നിലവിൽ കെഎസ്ആർടിസിയുടെ പക്കൽ ഈ അത്രയും ഓർഡിനറി ബസ്സുകൾ ഇല്ല എന്നുള്ളതും ഒരു ആശങ്കയായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതാണ്ട് 5000-ഓളം ബസ്സുകളാണ് കെഎസ്ആർടിസിക്ക് നിലവിലുള്ളത്. പുതിയ ബസ്സുകൾ നിലവിൽ ഒന്നും തന്നെ വാങ്ങിയിട്ടില്ല. ഈ ഘട്ടത്തിൽ സ്വകാര്യ ബസ്സുകൾ കൂടി വാടകയ്ക്ക് എടുത്തുകൊണ്ട് ഈ പദ്ധതി നടപ്പാക്കാനുള്ള ഒരു നീക്കവും അല്ലെങ്കിൽ ഒരു ആലോചനയും കെഎസ്ആർടിസിയുടെ ഭാഗത്തു നിന്നുണ്ട്. പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ, മലബാറിൽ കെഎസ്ആർടിസി ബസ്സുകളുടെ സർവീസ് വളരെ കുറവാണ്. അപ്പോൾ ഈ സൗജന്യ യാത്ര നടപ്പാക്കുമ്പോൾ അതൊരു ഒരു സന്തുലിതത്തിന് അല്ലെങ്കിൽ ഒരു തുല്യതയുടെ പ്രശ്നം ഉണ്ടാകും. കാരണം തെക്കൻ കേരളത്തിൽ പൊതുവെ കെഎസ്ആർടിസി ബസ്സുകളുടെ എണ്ണം കൂടുതലാണ്. അതേസമയം ഈ മലബാറിൽ ആ ബസ്സുകളുടെ എണ്ണം കുറയുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ആനുകൂല്യം എത്തുന്നതിൽ കുറവുണ്ടാകും. ആ ഘട്ടത്തിൽ മലബാറിൽ കൂടി ഇത്തരത്തിൽ സ്വകാര്യ ബസ്സുകൾ ഇറക്കി കൂടുതൽ കെഎസ്ആർടിസി ബസ്സുകൾ ഇറക്കിക്കൊണ്ടുള്ളൊരു നീക്കവും ആലോചിക്കുന്നുണ്ട്. ഏതായാലും ഇക്കാര്യങ്ങളിലൊക്കെ മന്ത്രിസഭാ യോഗം ഇന്ന് അന്തിമമായ പ്രഖ്യാപനം നടത്തും. ശരി, വ്യക്തമാണ്. എന്തായാലും കെഎസ്ആർടിസി ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രയെ പറ്റിയൊക്കെയുള്ള മന്ത്രിസഭാ യോഗമാണ് ഇന്ന് ചേരുക. ഇത് എങ്ങനെ നടപ്പാക്കുമെന്നതിലൊക്കെ സർക്കാരിന് ഇന്ന് അന്തിമ തീരുമാനമൊക്കെ ഇന്നുണ്ടാകും. എന്തായാലും വിഷയം മന്ത്രിസഭാ യോഗം ഇന്ന് ചർച്ച ചെയ്യുകയാണ്. ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകൾ സൗജന്യ യാത്ര ആക്കാനൊക്കെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം. എന്തായാലും ഈ ഒരു യോഗത്തിന് ശേഷം മാത്രമേ കൃത്യമായ തീരുമാനം അല്ലെങ്കിൽ എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്നതൊക്കെ അറിയാൻ സാധിക്കുകയുള്ളൂ. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ആന്റണി ജിസ്റ്റോർജാണ്.